ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 3x മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഡി എക്സ്. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അറിയാമല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമിലാണ്. 3 ഫാക്ടറാണ്. എക്സിൻ്റെ ടേമിലുള്ള 3 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണ് വന്നിരിക്കുന്നത്. ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതും? 3x മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. 3 കാര്യങ്ങളുണ്ട്. പോളിനോമിയൽ ബൈ പോളിനോമിയൽ ശരിയാണ്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം ശരിയാണ്. ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാളും കുറവാണ് ന്യൂമറേറ്റർ കറക്റ്റാണ്. കാരണം ഡിനോമിനേറ്റർ ഓപ്പൺ ചെയ്താൽ എക്സ് ക്യൂബാണ് വരുന്നത്. അതിനേക്കാളും കുറവാണ് എക്സ് റേസ്ഡ് 1 അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ പവറിനേക്കാൾ കുറവ് തന്നെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. കുറവ് തന്നെ വരണം. കുറവല്ല എന്നുണ്ടെങ്കിൽ ലോങ് ഡിവിഷനിലോട്ട് പോകേണ്ടി വരും. പക്ഷേ ഇങ്ങനെ 3 ഫാക്ടർ വരുന്ന പ്രോബ്ലത്തിൽ അങ്ങനെ അത്രയ്ക്ക് ടഫ് വരാറില്ല. ഓക്കെ, എങ്കിലും ഇത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ടൈപ്പ് 2 ആണ് അല്ലേ. പഠിച്ചിട്ടുണ്ടല്ലോ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ടൈപ്പ് 2 എന്താ പറയുന്നത്? എക്സിൻ്റെ ടേമിലുള്ള 3 ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നാ പഠിച്ചിട്ടുള്ളത്? എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ പ്ലസ് സി ബൈ തേർഡ് ഫാക്ടർ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സിൻ്റെ ടേമിലുള്ള 3 ഫാക്ടേഴ്സ് വന്നാൽ എ ബൈ ഫസ്റ്റ് പ്ലസ് ബി ബൈ സെക്കൻഡ് പ്ലസ് സി ബൈ തേർഡ്. എന്നിട്ട് നമ്മൾ എ ബി സി 3 പേരെയും വാല്യൂസ് കാണാം, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വളരെ എളുപ്പമാണ്, ഡയറക്റ്റാണ്. അതിനുവേണ്ടി റൈറ്റ് സൈഡ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് അറിയാമോ? 3 ഫ്രാക്ഷൻസും ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുമോ? 2 എണ്ണമാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 3 എണ്ണമാണെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. എ ഇൻറ്റു ഓർത്ത് വെച്ചേക്കണം കേട്ടോ. റൈറ്റ് സൈഡ് ആഡ് ചെയ്യണത് എങ്ങനെയാണ്? ആഡ് ചെയ്ത ന്യൂമറേറ്റർ എങ്ങനെയാണ് വരുന്നത്? റൈറ്റ് സൈഡ് ആഡ് ചെയ്ത ന്യൂമറേറ്റർ കിട്ടാനായിട്ട് എ ഇൻറ്റു അതർ 2 ഡിനോമിനേറ്റർ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല. എ ഇൻറ്റു ഇതല്ലാതെ മറ്റ് 2 ഡിനോമിനേറ്റർ. എക്ക് താഴെയുള്ളതല്ല, മറ്റ് 2 ഡിനോമിനേറ്റർ. എ ഇൻറ്റു അതർ 2 ഡിനോമിനേറ്റർ. എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 പ്ലസ് ബി ഇൻറ്റു അതർ 2 ഡിനോമിനേറ്റർ. അതായത് ബിയുടെ താഴെയുള്ളതല്ല, ബാക്കി 2 പേരും. ബി ഇൻറ്റു, അതാണ് ഞാൻ അതർ 2 എന്ന് പറഞ്ഞത്. ബി ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് സി ഇൻറ്റു അതർ 2. സിയുടെ താഴെയുള്ളതല്ല, മറ്റ് 2 പേര്. സി ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2. ഇതായിരിക്കും റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ന്യൂമറേറ്റർ. ഞാൻ ന്യൂമറേറ്റർ മാത്രമേ കാണുന്നുള്ളൂ. ഡിനോമിനേറ്റർ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, അത് ഈക്വലായിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന ന്യൂമറേറ്ററാണിത്. അത് ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്ററിനോട് ഈക്വലായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയും ബിയും സിയും കാണണമെങ്കിൽ ഇവിടെ ആദ്യം വരുന്ന എക്സ്പ്രഷൻ എക്സ് മൈനസ് 2, അഥവാ ആദ്യം വരുന്ന ഫാക്ടർ എക്സ് മൈനസ് 2, അത് 0 ആവാൻ വേണ്ടി എക്സിന് 2 കൊടുക്കാം. 0 ആവാൻ വേണ്ടി എക്സിന് 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുത്താൽ 2 മൈനസ് 2 0 ആയി പോകുമല്ലോ. ഈ ടേം ഫുള്ളും 0 ആയി പോയി. അടുത്തത് ബി ഇൻറ്റു എക്സിന് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് 1 അല്ലേ. 2 മൈനസ് 1 1 ആണ്. 2 മൈനസ് 3 മൈനസ് 1. ഇവിടെ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് 2 വരും, 0 ആയി പോവും. അപ്പോൾ റൈറ്റ് സൈഡിലും എക്സിന് 2 കൊടുക്കാം. 3 ഇൻറ്റു 2 6 അല്ലേ. 3 ഇൻറ്റു 2 6, 6 മൈനസ് 1 5. ചെറിയ സിംപ്ലിഫിക്കേഷൻ ഒന്നും ഞാൻ ഇവിടെ കാണിക്കില്ല. ബി ഇൻറ്റു മൈനസ് 1 5 അല്ലേ.
-1 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത്രയ്ക്ക് സിമ്പിൾ സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. b = -5 കിട്ടും. അറേഞ്ചിങ് b = -5. ഇനി അപ്പോൾ നമ്മൾ x-2 ആണ് നമ്മൾ ആദ്യം കണ്ട ഫാക്ടർ അല്ലേ. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ കാണുന്നത് x-3 ആണ്. x-3 0 ആവണമെങ്കിൽ x-ന് 3 കൊടുക്കണം. സോ x-ന് 3 കൊടുക്കാൻ പോവാണ്. x-ന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 - 3 വരും ഇവിടെ. അപ്പോൾ ഇത് 0 ആയി പോവും. അതുപോലെ ഇവിടെ 3 - 3 വരും, 0 ആയി പോവും. ഇവിടെ c ഇൻറ്റു അത് എഴുതാം, c ഇൻറ്റു x-ന് 3 കൊടുത്താൽ 3 - 1 2 ആവും. പിന്നെ 3 - 2 1 ആവും. അപ്പോൾ റൈറ്റ് സൈഡിലും x-ന് 3 കൊടുക്കണം. 3 × 3 9, 9 - 1 8. ശരിയല്ലേ? അറേഞ്ചിങ് അറിയാലോ, 2 അങ്ങോട്ട് പോകുമ്പോൾ c = 4 കിട്ടും. അപ്പോൾ ബിയും കിട്ടി, സിയും കിട്ടി. ഇനി a കിട്ടണം. x-2 ഉണ്ടായിരുന്നു, x-ന് 2 കൊടുത്തു. x-3 ഉണ്ടായിരുന്നു, x-ന് 3 കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ പുതിയ ആരെങ്കിലും ഉണ്ടോ? ഇത് x-1 എന്ന് പറഞ്ഞൊരാളുണ്ട് വേറെ. x-2 നോക്കി, x-3 നോക്കി. ഇനി അത് കഴിഞ്ഞ് ഇനി ആരാ ഉള്ളത്? x-1 വന്നിട്ടുണ്ട്. അതിനെങ്ങനെ 0 ആക്കാം? x-1 0 ആവണമെങ്കിൽ x 1 ആയാൽ മതി. ഞാൻ ഇനി x-ന് 1 കൊടുക്കാൻ പോവാണ്. x-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ a ഇൻറ്റു അല്ലേ, ആദ്യത്തെ ടേം വരും. a ഇൻറ്റു 1 - 2 എന്ന് പറഞ്ഞാൽ x-ന് 1 അല്ലേ, 1 - 2 -1 ആണ്. ഇവിടെ 1 - 3 വരും. x-ന് 1 കൊടുത്താൽ 1 - 3 -2. ഇവിടെ x-ന് 1 കൊടുത്താൽ 1 - 1 0 ആയി പോകും. ഇവിടെ x-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 0 ആയി പോകും. റൈറ്റ് സൈഡിൽ x-ന് 1 കൊടുക്കുക. റൈറ്റ് സൈഡിൽ x-ന് 1 കൊടുത്താൽ 3 - 1 2 ആവും. a = 1 കിട്ടും അല്ലേ. 2a = 2 അല്ലേ. 2a = 2 or a = 1. a b c ഇത് മൂന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓഫ് ഇതിനല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? a/1, b/2, c/3. a എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയതെന്ന് നോക്കിയേ, 1 ആണ്. 1/x - 1. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ആണ്, -5/x - 2. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, 4/x - 3. dx എന്ന് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ. ഇനി 1/x - 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log x - 1. -5 മാറ്റി നിർത്താം അല്ലേ. -5 മാറ്റി നിർത്തി. 1/x - 2 എന്നുള്ളത് log x - 2. 4 മാറ്റി നിർത്താം. 1/x - 3 എന്നുള്ളത് log x - 3. +c ആണ് ആൻസർ വരുന്നത്.